അല്ല വിനയ, അപ്പൊ നീ വീണ്ടും തനിച്ചായല്ലോടാ. കഷ്ടമുണ്ട്. കൊഴപ്പില്ലെന്നേ, ചീരു സിംഗപ്പൂര് പോയിട്ട് വലിയ കാശുകാരിയൊക്കെ ആയിട്ട് വരും. അപ്പോഴും നിന്റെ ഭാര്യ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെന്താ, വലിയ കോടിശ്ശേരിയൊക്കെ ആയിട്ട് 4-5 കൊല്ലം കഴിയുമ്പോ നിന്റെ അടുത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരുമല്ലോ. 4-5 കൊല്ലൊന്നും വേണ്ട, അത്രയും നാളൊന്നും അവളവിടെ നിൽക്കില്ല. അതിനു മുമ്പ് അവള് വരും. ഇല്ലെങ്കിൽ വിനയനെ അവളെ വരുത്തും. എനിക്ക് വേണ്ട അവളോട് പണമോ സമ്പത്തൊന്നല്ല, അവളെയാ, എന്റെ ഭാര്യ. ഒരുപാട് കഷ്ടപ്പെട്ടാ ഞാൻ അവളെ തിരിച്ചു പിടിച്ചത്. എന്നിട്ടും എന്റെ കയ്യിൽ നിന്ന് വീണ്ടും അവള് വഴുതി പോയി കളഞ്ഞു. ഇത് ഞാൻ ചത്താലും പോർക്കില്ല. ഇതിനൊക്കെ പിന്നിൽ അയാള് തന്നെയാവും വിനയ, ആനന്ദം മാഷ്. അയാള് നീ വെറുതെ വിടല്ലേ. അവര് വരുന്നു. വിനയ, പിന്നെ പുതിയ ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല ആന്റി. സത്യത്തിലൊരു അഡ്രസ്സിന് വേണ്ടി മാത്രം. എന്റെ മെയിൻ പരിപാടി വീടുകളിൽ CCTV വെക്കുന്നതാണ്. എപ്പോ വന്നു? കുറച്ചേരായി. നീ എവിടെ പോയതാ? ഞാൻ മോനെ നഴ്സറിയിലാക്കാൻ വേണ്ടി പോയതാ. പിന്നെ ചീരു വിളിക്കാറുണ്ടോ? അവളെ അമ്മയെ വിളിച്ചെന്നൊക്കെ പറയുന്നു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇന്ദ്രനോട് പറഞ്ഞ് ഇവിടെ CCTV വെക്കാൻ ആന്റി ഇന്ദ്രനോടൊന്ന് പറയണേ. പറ്റുമെങ്കിൽ നാളെ തന്നെ വന്ന് CCTV വെച്ചോ വിനയ. ഇവിടെ അത് അത്യാവശ്യമാ. ഞാൻ ഇന്ദ്രേട്ടനോട് പറഞ്ഞോളാം. ആണോ? എന്നാ പിന്നെ നാളെ തന്നെ വർക്ക് തുടങ്ങിക്കോളാം. ഓ, എവിടെ തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഐശ്വര്യമായിട്ട് ഇവിടെ തന്നെ തുടങ്ങാം. ഇന്ദ്രനോട് അനുവനെ പറഞ്ഞോളൂല്ലോ അല്ലേ? പിന്നല്ലേ, ഞാൻ പറഞ്ഞോളാം. വിനയ നാളെ തന്നെ കൊണ്ടുവന്ന് വെച്ചാ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇറങ്ങുവാ ആന്റി. നാളെ കാണാം കേട്ടോ. ശരി.